മലയാളത്തിൽ കുറ്റാന്വേഷണ സിനിമകളുടെ തലവര തന്നെ മാറ്റിമറിച്ച സേതുരാമയ്യർ CBI ഫ്രാഞ്ചൈസിയുടെ 6ാം ഭാഗം വരുന്നു. സംവിധായകൻ K. മധു തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. സീരീസിലെ എല്ലാ സിനിമകളും മികച്ച വിജയം നേടിയതോടെ ആരാധകരും പ്രതീക്ഷയിലാണ്. മലയാള സിനിമയുടെ സ്വന്തം ജെയിംസ് ബോണ്ടായാണ് സേതുരാമയ്യരെ പലരും വിശേഷിപ്പിക്കുന്നത്. CBI ഫ്രാഞ്ചൈസികളിലൂടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി നിറഞ്ഞാടിയ ഈ വേഷത്തിന് ഇന്നും ആരാധകരേറെയാണ്. സേതുരാമയ്യരുടെ കൂർമ്മബുദ്ധി ഉപയോഗിച്ച് ഏറെ രസകരമായി അണിയിച്ചൊരുക്കിയത് 5 സിനിമകളാണ്. മലയാളത്തിൽ കുറ്റാന്വേഷണ സിനിമകളുടെ തലവര തന്നെ മാറ്റിമറിച്ച സിനിമയുടെ 6ാം ഭാഗം വരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സംവിധായകൻ K. മധുവിന്റെ വാക്കുകളാണ് ഇതിനാധാരം. CBIയുടെ 6ാം ഭാഗം ഉടൻ വരുമെന്നാണ് K. മധു ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ CBIയുടെ 6ാം ഭാഗം വരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ വന്നിരുന്നില്ല. ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ ആരാധകർക്കുള്ള സന്തോഷ വാർത്ത എത്തിയത്. SN സ്വാമിയുടെ തിരക്കഥയിൽ K. മധു സംവിധാനം ചെയ്ത സിനിമകളാണ് CBI സീരീസുകൾ. 1988 ആദ്യ സിനിമ റിലീസ് ചെയ്തത്. കോളിളക്കമുണ്ടാക്കിയ ഓമന കൊലക്കേസുമായി എത്തിയ പടം കണ്ട മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചു. തൊട്ടടുത്ത വർഷം സിനിമാ നടിയുടെ കൊലപാതക കഥ പറഞ്ഞ് ജാഗ്രതയും എത്തി. 5 കൊലപാതകങ്ങളിൽ ഒന്ന് ചെയ്തത് താനല്ലെന്ന പ്രതിയുടെ വെളിപ്പെടുത്തലായിരുന്നു 2004 സേതുരാമയ്യർ CBIക്ക് ആധാരമായത്. 2005 പുറത്തിറങ്ങിയ നേരറിയാൻ CBIയും മികച്ച വിജയം നേടി. ഒരു സ്ത്രീയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ 4ാം കഥയും പ്രേക്ഷകർ കയ്യടിയോടെ വരവേറ്റു. ശേഷം 17 വർഷത്തെ ഇടവേളയ്ക്കൊടുവിലാണ് 5ാം ഭാഗം എത്തിയത്. വൻ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തതെങ്കിലും വേണ്ടത്ര വിജയം നേടാൻ സാധിച്ചില്ലെന്നതാണ് വാസ്തവം. CBI 5 ദി ബ്രെയിൻ വമ്പൻ പ്രീ റിലീസ് ബുക്കിംഗ് നേടിയിരുന്നെങ്കിലും റിലീസിന് ശേഷം സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സേതുരാമയ്യരായുള്ള മമ്മൂട്ടിയുടെ പ്രകടനം ശ്രദ്ധ നേടിയെങ്കിലും സിനിമയുടെ മേക്കിംഗും തിരക്കഥയും മറ്റു പ്രകടനങ്ങളും വിമർശനത്തിനിരയായി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 37 കോടി രൂപ സിനിമ നേടിയിരുന്നു. രഞ്ജി പണിക്കർ, സുദേവ്, ആശാ ശരത് തുടങ്ങി വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. മലയാള സിനിമയിൽ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ച സ്വർഗചിത്രയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൂടെയായിരുന്നു CBIയുടെ 5ാം ഭാഗം. അതേസമയം ആദ്യ 5 ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ടീം തന്നെ ഇത്തവണ സേതുരാമയ്യരുമായി എത്തുമെന്നാണ് സൂചനകൾ. രേഖാചിത്രം എന്ന ഹിറ്റ് ചിത്രം ഒരുക്കിയ ജോഫിൻ ടി ചാക്കോയാകും ഈ 6ാം ഭാഗം ഒരുക്കാൻ പോകുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല. K. മധുവാണ് CBIയുടെ ആദ്യ 5 ഭാഗങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത്. SN സ്വാമിയാണ് ഈ സീരീസിലെ എല്ലാ സിനിമകളുടെയും തിരക്കഥയൊരുക്കിയത്. 6ാം ഭാഗവുമായി സേതുരാമയ്യർ എത്തുമ്പോൾ വിജയം ആവർത്തിക്കുമെന്ന് പലരും സമൂഹമാധ്യമങ്ങളിലൂടെ കുറിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.